ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു shadi'scorner. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു പായസമായിരുന്നു ഇത്. നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി വെച്ചിട്ടാണ് ഇന്ന് പായസം തയ്യാറാക്കുന്നത്. നമ്മുടെ ഒരു 3 ചപ്പാത്തിയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടാവില്ലേ, ഇത് വെച്ചിട്ട് ചെയ്യാം. നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. നമ്മളൊരു അടൻ്റെയൊക്കെ സ്റ്റൈലിൽ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ആ ശർക്കര ഉരുകുന്ന നേരം കൊണ്ട് നമുക്കൊരു പാൻ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ലേശം ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി നുറുക്കിയ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു നമുക്കൊരു പാത്രത്തിലിട്ട് കോരി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ഈ ചപ്പാത്തി ഒന്ന് ക്രിസ്പ് ആവണത് വരെ നെയ്യിലിട്ടൊന്ന് വാട്ടി കൊടുക്കാം. നന്നായിട്ട് ക്രിസ്പ് ആവണ്ട, ഒന്നും മൂത്ത് കിട്ടിയാൽ മതി. ആ നെയ്യൊക്കെ അതിൽ പിടിച്ച് നല്ലൊരു മണം വരണം. നമ്മൾ അടയൊക്കെ നെയ്യിൽ വരട്ടണ പോലെ തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കരൻ്റെ പാനി ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ചപ്പാത്തിയും ശർക്കരയും നന്നായിട്ട് ഈ ശർക്കര പാനി കിടന്ന് ഈ ചപ്പാത്തി ഒന്ന് വരട്ടിയെടുക്കാം. ഈ ചപ്പാത്തിയും ശർക്കരയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒരു 2 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന ചപ്പാത്തിക്ക് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. നമുക്ക് പായസം കുടിക്കണം തോന്നുമ്പോൾ സേമിയ ഒന്നും കയ്യിലില്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണിത്. ഇനി നന്നായി തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം
ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫ്ലെയിം സിമ്മിലാണുള്ളത്. തീ പറ്റേ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 1 പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് പാലുണ്ട്, തേങ്ങയുടെ 1 പാൽ. ഇനി ഇത് തിളക്കാൻ അനുവദിക്കരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഏലക്കാപ്പൊടിയും ഒരു നുള്ള ജീരകം വറുത്ത് പൊടിച്ചിടാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പായസത്തിന് അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉണ്ട്. ഇനി ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടെ തിക്കായിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തി വെച്ച് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.